സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ 60% നിയന്ത്രണം തങ്ങളുടെ പക്കലല്ലെന്നും ആണവ വിഷയത്തിൽ സമഗ്രമായ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായിട്ടും അമേരിക്ക പിടിവാശി തുടർന്നുവെന്നും ഇറാൻ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. യുഎസ് അവരുടെ മാത്രം താൽപര്യം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും നിലവിലെ വെടിനിർത്തലടക്കം ഇത് പ്രകടമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്റ്റോക്ക് പൈലുകൾ ആണവായുധം ഉണ്ടാക്കില്ലെന്ന ഇറാന്റെ നിലപാട് ഇവ മൂന്നുമാണ് പ്രധാനമായും ചർച്ചയായത്. ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യാൻ ഇറാൻ തയ്യാറായിരുന്നു. പക്ഷേ സമവായം ആവശ്യമുണ്ട്. യുഎസ് അതിന് തയ്യാറായതേയില്ല. അവർക്ക് അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കണമായിരുന്നു. ചർച്ചകൾ വഴിമുട്ടിയതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും യുഎസിന് കൈമാറണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. വരുന്ന 20 വർഷത്തേക്ക് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ലെന്നും വാശി പിടിച്ചു. എന്തിനാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം യുഎസിലേക്ക് കൊണ്ടുപോകുന്നത്? അതിന് എന്ത് ന്യായീകരണമാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദ്യമുയർത്തുന്നു. രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ഇറാന്റെ നേതാക്കൾ തയ്യാറല്ലെന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക ബോംബിട്ട ആണവ കേന്ദ്രങ്ങൾക്ക് അടിയിലാണ്. അതിന്റെ ഒരു കാര്യത്തിൽ നിന്നും ചർച്ച ചെയ്യാൻ സാധ്യമല്ല. അമേരിക്കയാണ് ഈ യുദ്ധം തുടങ്ങിയത്. അവർ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞത് നേടാനും കഴിഞ്ഞില്ല. ഇപ്പോൾ ഇറാനോട് ഇളവിനായി കെഞ്ചുന്നു. അടിച്ചേൽപ്പിക്കലാണ് ചർച്ചയിലെ അമേരിക്കൻ നയം, അല്ലാതെ സമവായമല്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. യുഎസ് സൈനിക നടപടികൾക്ക് ശേഷവും ഇറാന്റെ പക്കൽ വിനാശകരമായ മിസൈൽ ശേഖരവും അത്യാധുനിക ഡ്രോണുകളും അവശേഷിക്കുന്നതായി യുഎസ് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പുതിയ വിലയിരുത്തലിൽ ഇറാന് ഇപ്പോഴും ശക്തമായ മിസൈൽ വിക്ഷേപണ ശേഷിയുണ്ടെന്ന് മുതിർന്ന യുഎസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. യുഎസ് ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ആഴ്ചകൾക്ക് മുൻപ് യുഎസ് കോൺഗ്രസിന് നൽകിയ റിപ്പോർട്ടുകളെ ശരിവെക്കുന്നതാണ് പുതിയ വിവരങ്ങൾ. തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ വഴി ഇറാന്റെ സൈനിക ശേഷിക്ക് ഭാഗികമായി കോട്ടം തട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മേഖലയിലെ യുഎസ് സൈന്യത്തിനും സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണി ഉയർത്താൻ തക്കവണ്ണം ആയിരക്കണക്കിന് മിസൈലുകളും വൺ വേ അറ്റാക്ക് ഡ്രോണുകളും ഇപ്പോഴും ഇറാന്റെ പക്കലുണ്ടെന്ന് മറൈൻ ലഫ്റ്റനന്റ് ജനറൽ പറഞ്ഞു. ഇറാന്റെ പരമ്പരാഗത സൈനിക വ്യൂഹം പഴയ യുദ്ധോപകരണങ്ങൾ കാരണവും പരിമിതമായ പരിശീലനം കാരണവും ദുർബലമാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യുദ്ധത്തിന് മുതിരാതെ ഒളിയാക്രമണങ്ങൾ പോലുള്ള യുദ്ധതന്ത്രങ്ങളിലേക്ക് ടെഹ്റാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഇറാനെതിരെ യുഎസ് വീണ്ടും സൈനിക നടപടികൾ ആരംഭിക്കുകയാണെങ്കിൽ ആ ദൌത്യത്തിന്റെ പേര് മാറ്റാൻ പ്രതിരോധ മന്ത്രാലയത്തിൽ ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നുണ്ട്. മുൻപ് നടത്തിയിരുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിച്ചതായി ട്രംപ് ഭരണകൂടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പുതിയ ആക്രമണം ഉണ്ടായാൽ ഈ ദൌത്യം ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ എന്ന പേരിലാകും അറിയപ്പെടുകയെന്ന് യുഎസ് അറിയിച്ചു. യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ഈ ആഴ്ച ആദ്യം ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നത് മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിക്കുന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് കടത്തിവിടാൻ ഇനി അനുവദിക്കില്ലെന്ന് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചു. ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാൻ സായുധ സേനയുടെ സംയുക്ത മേൽനോട്ടത്തിലാണെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന ഏത് രാജ്യവും ഇറാന്റെ സായുധ സേനയുടെ നിരീക്ഷണത്തിന് വിധേയമായിരിക്കണം. എങ്കിൽ മാത്രമേ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന് മുൻ സായുധ സേനാ മേധാവി പറഞ്ഞു. അമേരിക്ക എന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ചാൽ പേർഷ്യൻ ഉൾക്കടലിനെ അമേരിക്കൻ നാവികരുടെ ഏറ്റവും വലിയ നീല ശ്മശാനമാക്കി മാറ്റുമെന്ന് ഭീഷണിയും ഉയർത്തിയിരുന്നു. മേഖലയിലെ 70% യുഎസ് സൈനിക താവളങ്ങളും തകർക്കപ്പെട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു. ഏപ്രിൽ 8 പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ തകർന്നാൽ ദീർഘകാല യുദ്ധത്തിന് ഇറാൻ സന്നദ്ധമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യയെ ഇറാൻ സുഹൃത്തായാണ് കാണുന്നതെന്നും ഇന്ത്യൻ കപ്പലുകളെ ഹോർമൂസിലൂടെ കടത്തിവിട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. 11 ഇന്ത്യൻ കപ്പലുകൾ ഇതിനകം ഹോർമൂസിലൂടെ പോയിട്ടുണ്ട്. കുറച്ചു കപ്പലുകൾ കൂടി കടത്തിവിടും. എല്ലാ രാജ്യങ്ങൾക്കും ഈ ആനുകൂല്യം നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യാന്തര നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. യുഎസ് ഉപരോധം നീക്കുകയും ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകുകയും ചെയ്താൽ ഹോർമൂസ് തുറക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. ആണവായുധം ഒരിക്കലും ഉണ്ടാക്കില്ലെന്ന നിലപാടിൽ ഇറാന് മാറ്റമില്ലെന്നും നേതൃത്വം ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.